ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഥവാ BCCI വർഷാവർഷം റെക്കോർഡ് വരുമാനം നേടുമ്പോഴും സ്പോൺസർമാർ ഒന്നിനു പിറകെ ഒന്നായി കുത്തുപാളയെടുക്കുകയാണ്. നമ്മുടെ സ്വന്തം വൻമതിൽ രാഹുൽ ദ്രാവിഡിന്റെ പരസ്യത്തിൽ പറയും പോലെ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ടാകുന്നത് എന്ത് കഷ്ടമാണ്. അതേ അവസ്ഥയിലാണ് സ്പോൺസർമാരും. വരുമാനം ഇഷ്ടം പോലെ BCCIക്കുണ്ടെങ്കിലും സ്പോൺസർമാർ പച്ചപിടിക്കുന്നില്ലെന്ന് മാത്രമല്ല, വൻ പ്രതിസന്ധിയിലേക്കും വിസ്മൃതിയിലേക്കും നീങ്ങുക കൂടി ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ബെറ്റിംഗ് ആപ്പായ Dream11 പണി കിട്ടിയത്. 2023 358 കോടിക്കാണ് Dream11 BCCI കരാറിലെത്തിയത്. 2020 മുതൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസറുമായിരുന്നു. 222 കോടിയുടേതായിരുന്നു IPLുമായുള്ള കരാർ. $8 ബില്യൺ വരെ വിപണി മൂല്യമുണ്ടായിരുന്ന Dream11 പിന്നീട് വന്നതെല്ലാം കുരുക്കായിരുന്നു. 28,000 കോടിയുടെ GST നോട്ടീസായിരുന്നു ആദ്യ പണി. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ വന്നതോടെ പതനം പൂർത്തിയായി. സഹാറ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ സഹാറ ഉണ്ടാക്കിയ ഓളവും നൊസ്റ്റവുമെല്ലാം വളരെ വലുതായിരുന്നു. 2001 മുതൽ 2013 വരെ നീണ്ട കാലയളവ് സഹാറയായിരുന്നു ഇന്ത്യയുടെ മുഖ്യ സ്പോൺസർ. IPL ടീം, പുനെ വാരിയേഴ്സ്, ഫോർമുല 1 അടക്കം കായിക മേഖലയിൽ പലതിലും സഹാറ കൈവച്ചു. ലീഗൽ ബോണ്ട് വഴി സ്വന്തമാക്കിയ 24,000 കോടി തിരിച്ചടയ്ക്കണമെന്ന് സെബി ഉത്തരവിട്ടതോടെ സഹാറയുടെ കഷ്ടകാലം ആരംഭിച്ചു. 2014 സഹാറ സ്ഥാപകൻ സുബ്രത റോയ് ജയിലിലായി. പിന്നീട് ഒരിക്കലും സഹാറയ്ക്ക് തിരിച്ചു വരാനായില്ല. സഹാറയ്ക്ക് പിറകെയാണ് സ്റ്റാർ ഇന്ത്യ 2014 ഇന്ത്യയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. മുൻനിര സംരക്ഷണ കമ്പനിയായ സ്റ്റാർ ഇന്ത്യ 2017 വരെ സ്പോൺസർഷിപ്പ് തുടർന്നു. ആദ്യം ഡിസ്നിയിലും പിന്നീട് റിലയൻസ് ജിയോയിലും സ്റ്റാർ ഇന്ത്യ പങ്കുചേർന്നു. ഡിസ്നി ഹോട്ട്സ്റ്റാർ സകല സംപ്രേഷണവും ഏറ്റെടുത്തതോടെ സ്റ്റാർ ഇന്ത്യയുടെ പ്രതാപം മങ്ങി. ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനിയായ ഒപ്പോ വൻ കരാറാണ് BCCIയുമായി വെച്ചത്. 2017 5 വർഷത്തേക്ക് 1079 കോടിയുടെ പമ്പൻ കരാർ. എന്നാൽ പ്രതീക്ഷിച്ച ലാഭം കിട്ടാതായതോടെ ഒപ്പോ പിന്മാറി. വൈകാതെ അതിർത്തിയിലുണ്ടായ സംഘർഷങ്ങൾ ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധം വഷളാക്കി. നികുതി വെട്ടിപ്പിന് ഒപ്പോയ്ക്ക് 4,389 കോടിയുടെ നോട്ടീസ് ലഭിക്കുക കൂടി ചെയ്തതോടെ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. രാജ്യത്തിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിപണി മൂല്യത്തിൽ വലിയ ഇടിവാണ് ഒപ്പോയ്ക്കുണ്ടായത്. മലയാളിയായ ബൈജു രവീന്ദ്രന്റെ ബൈജു സ്റ്റാർട്ടപ്പ് കമ്പനി 2019 ടീം ഇന്ത്യയുടെ മുഖ്യ സ്പോൺസറായി എത്തുന്നത്. കോവിഡിൽ ലോകം മുഴുവൻ പ്രതിസന്ധിയിലായപ്പോൾ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലൂടെ ബൈജൂസ് മുന്നേറി. 1000 കോടിയിലേറെ രൂപയുടെ കരാറുമായി ടീം ഇന്ത്യയുടെ ജേഴ്സിയിൽ ബൈജൂസ് നിറഞ്ഞു. 2023 ആയപ്പോഴേക്കും ബൈജൂസ് പ്രതിസന്ധിയിലായി. വൈകാതെ പാപ്പരത്ത നടപടിയും നേരിട്ടു. അവസാനം വന്ന Dream11 പണി കിട്ടിയതോടെ ടീം ഇന്ത്യയുടെ ജേഴ്സി ശാപം വെറുമൊരു മുത്തശ്ശിക്കഥയല്ലെന്ന് സോഷ്യൽ മീഡിയ പാടി നടക്കുകയാണ്. Dream11 കരാറും പാതി വഴിയിൽ നിന്നതോടെ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യ സ്പോൺസർ ഇല്ലാത്ത ജേഴ്സിയുമായിട്ടാവും കളിക്കുക. പുതിയ സ്പോൺസർക്കായി BCCI അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 ലക്ഷം അടച്ച് താൽപ്പര്യപത്രം വാങ്ങാം. ഇത് തിരിച്ചു കിട്ടാത്ത നിക്ഷേപമായിരിക്കും. 12 താൽപ്പര്യപത്രം വാങ്ങാനുള്ള അവസാന തീയതി. 16 രേഖകൾ സമർപ്പിക്കണം. കർശന ഉപാധികളാണ് BCCI ലേലത്തിന് മുന്നോടിയായി വെച്ചത്. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികൾ, ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ, മദ്യനിർമ്മാതാക്കൾ, പുകയില ഉൽപ്പന്നങ്ങളുടെ കമ്പനികൾ, പോണോഗ്രഫി വെബ്സൈറ്റുകൾ തുടങ്ങിയവയ്ക്ക് അപേക്ഷിക്കാനാവില്ല. തുടർച്ചയായി 3 വർഷം വാർഷിക വിറ്റുവരവ് 300 കോടിക്ക് മുകളിൽ വേണമെന്നതും നിർബന്ധമാണ്. കാര്യം ലോകത്തെ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള ബോർഡാണെങ്കിലും ഈ ജേഴ്സി ശാപം ഓർമ്മയിലുള്ളതിനാൽ ഇനി ഏത് കമ്പനിയാകും ടീം ഇന്ത്യയുടെ മുഖ്യ സ്പോൺസറായി വരിക എന്ന് കാത്തിരുന്നു തന്നെ കാണാം.